അല്ല പോയി. ഇറ്റ്സ് മീ മാന്ത്രികം, വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് മാന്ത്രികം. കണ്ടതും കേട്ടതും മനോഹരമെങ്കിൽ ഇനിയും കാണാൻ പോകുന്നത് അതിമനോഹരമായിരിക്കും. അങ്ങനെ ഡേ 2 ഊട്ടിക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്ത് എൻ്റെ ഹോസ്റ്റലിലാണ്, വേറൊന്നുമല്ല. വാൽപ്പാറയിൽ നിന്ന് ഊട്ടിക്ക് ഡയറക്റ്റ് പോകുന്നത് നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ മിഡിലായിട്ട് വരുന്ന പോയിന്റ് ഞങ്ങളുടെ ഹോസ്റ്റലായിരുന്നു. സോ അവിടെ സ്റ്റേ ചെയ്തപ്പം നമുക്ക് റൂമിൻ്റെ കുറച്ച് റെൻറ്റ് കുറഞ്ഞ് കിട്ടി. അപ്പോൾ ഞങ്ങൾ പെട്രോളൊക്കെ ഫുൾ അടിച്ച് സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇനി നേരെ ഇവിടുന്ന് ഒറ്റ വീടല്ലേ, സർവീസ് ആയിട്ടോ നല്ലപോലെ ഓടിയെന്നല്ലേ. ഏകദേശം ഒരു നിയർ 400-നടുത്ത് ഓടിയിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ് രാവിലെ. പ്രത്യേകിച്ച് ഈ വീഡിയോ സ്റ്റാർട്ടിങ് ഇപ്പോൾ എടുത്തു വെക്കാൻ കാരണം ഒരേ കളറുള്ള കുട്ടീസ് കണ്ടിട്ട് ഇനിയും പറയരുത് ഒരു കുട്ടീസ് ഞങ്ങൾക്ക് ഉള്ളൂന്ന്. അങ്ങനല്ല, 2 വെച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരേപോലെ ഇട്ടിട്ട് ഇന്ന് വീഡിയോ എടുക്കി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എന്തായാലും അവിടേക്ക് പോവാം. പിന്നെ ഊട്ടിക്ക് പോകണമെങ്കിൽ TNE പാസ് എടുക്കണം, അത് മസ്റ്റാണ്. അത് എടുക്കാതെ പോകാൻ പറ്റത്തില്ല. നീലഗിരിയാണ്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൂടെ ഞാൻ ഷോർട്ടായിട്ട് ഇടാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഡേ 2 ഊട്ടിയിലേക്ക് ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ജിഷ്ടുവിന്റെ പ്രോ റൈഡിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി കാഴ്ചയാണ്. ഞങ്ങൾ വിചാരിച്ചതായിട്ട് കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഡേ 2 ഊട്ടിക്ക്. ശരിക്കും പറഞ്ഞാൽ പുറകെ വരുന്ന നമ്മുടെ സുഹൃത്തുക്കളല്ല, പക്ഷെ കേരള വണ്ടിയാണ് കേട്ടോ. അടുത്ത് വരുമ്പോ കാണാം. ചെയ്യണം ഗൈസ്. നല്ല മഴക്കോളം എന്ന് വെച്ചാൽ നല്ല മഴക്കോളമുണ്ട് കേട്ടോ. അങ്ങനെ ഡേ 2 ഇപ്പോൾ ഉള്ളത് ഊട്ടിയിലാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇപ്പോഴേ, പോയൊന്നും വരാറായിട്ടില്ല. അപ്പോൾ എന്തായാലും 1 സെക്കൻഡ്. ഹായ്, നൈസ് ടു മീറ്റ് യു. വേർ ആർ യു ഫ്രം? ഓ ഓക്കെ. ദൈവം ഗൈസ്, അവരും കോയമ്പത്തൂരുകാരാണ് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം. ജസ്റ്റ് 1 സെക്കൻഡ്, please subscribe my channel. What's your good name? Ajuli. Julie. Okay, your? Kumar. Your good name? Karthika. Okay. Hey. Satya. Okay, nice to meet you. Happy journey. Manikandan, Mandrigan. Just to follow one. Just follow. Insta. Insta. Both. ഗൈസ്, അവര് മലയാളീസാണ് കേട്ടോ, 2 പേരും. അവരൊരാൾ തിരുവനന്തപുരക്കാരും ഒരാൾ കൊല്ലം. ഓക്കെ, ഊട്ടി കാണാം. അതാണ് ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങള് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. കണ്ടോ, നല്ല അടിപൊളി വ്യൂ വെച്ചാൽ അടിപൊളി വ്യൂ ആണ്. ഇങ്ങോട്ട് നോക്കണം കേട്ടോ. ഹായ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്വഭാവം അറിയാമല്ലോ, നമ്മൾ എവിടെ ചെന്നാലും കുറേ കമ്പനികൾ ഉണ്ടാക്കി. അവർ പ്രത്യേകിച്ച് കോയമ്പത്തൂരാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ പഠിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അവരെ മീറ്റ് ചെയ്യും, സ്വാഭാവികം. കാരണം ഞാൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാ ID കളക്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു ദിവസം അത് വിചാരിക്കുന്നു. നല്ല തണുപ്പുണ്ട്. മുകളിലോട്ട് പോകുന്തോറും അടിപൊളിയാവും. അങ്ങനെ ഡേ 2 അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മലയാളീസിനെ കണ്ടു, കുറച്ച് വീഡിയോസ് ഒക്കെ അവിടുന്ന് എടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നല്ല റോഡാണ്. ഇപ്പൊ ഫ്രീ റോഡ് കിട്ടിയതാണ് കേട്ടോ ശരിക്കും ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ വഴി കാണിച്ചു തരാം. ഫ്രീ റോഡ് കണ്ടോ, നല്ല അടിപൊളി വഴി, കൊള്ളാം. ആ മരത്തേൽ ഒരു ഇല പോലും ഇല്ല കണ്ടോ. നല്ല കിടിയില വളവ്. സെക്കൻഡിൽ തന്നെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ആഹാ, അടിപൊളി മഞ്ഞാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 2ാമത്തെ ദിവസം നല്ല അടിപൊളി സ്റ്റാർട്ടിങ്ങല്ല നമുക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ കണ്ടതല്ല മലയാളീസിനാണ്. അവർ അടിപൊളി കമ്പനിയാണ്. അവരോട് ഊട്ടിക്ക് വിട്ടോളാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ ഓടി കയറി വന്നേ ഉള്ളായിരുന്നു. അപ്പോൾ വണ്ടി ഒരു 10 മിനിറ്റ് ഒന്ന് ഡിലേ ആക്കി നിർത്തിയിരുത്താ. കുറേ ബൈക്കൊക്കെ കയറി വരുന്നുണ്ട്. ദൂരം കേട്ടോ, കുറേ മലയാളീസ് ഉണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ഇവിടെ പഠിക്കുന്നവരായിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ നിന്ന് ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം. അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഓരോ ബൈക്ക് ട്രിപ്പും വളരെ വ്യത്യസ്തമാണ് കേട്ടോ.
കാരണം പോകുമ്പോൾ കുറേ ആളുകൾ ബൈക്കേഴ്സിനെ കാണാൻ പറ്റും. എന്നിട്ട് പുറകെ വരുന്നുണ്ട് ബൈക്കേഴ്സ് കേട്ടോ, പുറകെ വരുന്ന ബൈക്കേഴ്സ് കേട്ടോ. അങ്ങനെ അവരെല്ലാം നമ്മളോട് ഭയങ്കര കമ്പനി ആയിരിക്കും. കാരണം നമ്മൾ എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാ ബൈക്കേഴ്സും ഒരിടത്തായിരിക്കും നിർത്തുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കമ്പനി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോട്ടെ. അങ്ങനെ രണ്ട് മല കയറി പോകുമ്പോൾ ചെറിയൊരു പാലം വരും. പാലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. കാണാൻ നൈസാണ്. ഇവിടെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല, കാരണം വണ്ടിയൊക്കെ തുരുതുരാ വരുന്ന വഴിയാണ്. സോ നമ്മൾ പാലത്തിൽ അങ്ങനെ നിന്ന് എടുക്കുന്നത് ശരിയല്ല. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ നമുക്ക് ഇഷ്യൂ ആണ്. സോ നല്ലൊരു വ്യൂ ആയിട്ട് നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് തന്നെ ഒരുപാട് പോകേണ്ടതായിട്ടുണ്ട്. തണുപ്പം ഊട്ടിക്ക് കയറുന്ന അനുസരിച്ച് തണുപ്പ് നല്ലപോലെ കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഊട്ടിക്ക് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതല്ല, ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം. പക്ഷെ നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. പോരാത്തതിന് മഴയും ചാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അടിപൊളി തന്നെ വല്ലാത്തൊരു ഫീലാണ്. ഒരു കാരണവശാലും കുട്ടി സമയത്തോട്ട് വരല്ലേ, നല്ല ജാക്കറ്റൊക്കെ മേടിച്ചോണ്ട് വരണം. ഇല്ലാണ്ട് ഇതുപോലെ ഇരുന്ന് തണുക്കും വിചാരിക്കുക. നല്ല തണുപ്പുണ്ട് കഴിച്ചു. പോരാത്തതിന് അടിപൊളി വ്യൂ കാണാം കേട്ടോ. നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ല വ്യൂ. കുറേ വീടുകളാ, കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ സമയം ഇപ്പോൾ 8:30 കഴിഞ്ഞിട്ടുണ്ട്. നല്ല വളവാണ്. നമ്മൾ സെക്കൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് സെക്കൻഡിൽ തന്നെയാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ അടിപൊളി തന്നെ. ആഹാ, നല്ല ചെവിയൊക്കെ അടഞ്ഞടഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആ വ്യൂ ഒക്കെ ഉണ്ടോ, വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അടിപൊളിയാണ്. ഊട്ടിയിൽ വാൽപ്പാറേനെക്കാട്ടി ഭയങ്കര തണുപ്പാണ് കേട്ടോ ഊട്ടിയിൽ. പക്ഷെ വാൽപ്പാറ ഞങ്ങൾ ചെന്ന ഒരു 11 മണിയായി. കാരണം എല്ലാ സ്പോട്ടിലും നിർത്തിയാണ് പോയത്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ 2 സ്പോട്ടിലേ നിർത്തുള്ളൂ. ഒരു മലയാളീസിനെ കണ്ട ആ ഒരു സ്പോട്ടും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വരുമ്പോൾ ഒരു വെള്ളച്ചാട്ടവും. അതുകൊണ്ട് തന്നെ രാവിലെ സ്കൂളിലൊക്കെ പോകാൻ നിൽക്കുന്ന ആളുകൾ കൊള്ളാം, അടിപൊളി. നല്ല മഴയുണ്ട് കേട്ടോ, മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ പൊന്നി അടിപൊളിയാണ് കണ്ടോ. നല്ല തണുപ്പ് വെച്ചാൽ അവിടെ കോട ഉണ്ട്. ശരിക്കും കോട നല്ല വൃത്തിക്ക് ഇറങ്ങുന്നുണ്ട്. ആഹാ, ഓഹോ, നമ്മളൊരു ലിമിറ്റഡ് സ്പീഡിലാണ് കേട്ടോ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം എപ്പോഴും വണ്ടി കൺട്രോൾ വെച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. നല്ല കോട കേട്ടോ, നല്ല കോട വെച്ചാൽ നല്ല കോട. കോടയിലോട്ടാണ് നമ്മളിത് കയറാൻ തുടങ്ങുന്നത്. സൗണ്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇമാർ എന്താണെങ്കിലും അലച്ചു വിളിച്ച് പോകുന്നതെന്ന് കണ്ടോ കേട്ടോ. ഊട്ടി എപ്പോഴും ഊട്ടി തന്നെ, അല്ലാണ്ട് ഊട്ടിയുടെ പേര് വേറെ ഒന്നും മാറ്റാൻ പറ്റുമെന്നൊന്നും കമന്റ് ഇട്ടിരുന്നത്. സ്വാഭാവികമായിട്ട് ഇടും, കാരണം എൻ്റെ കൂട്ടുകാരന്മാർ തന്നെ ഇൻസ്റ്റ സ്റ്റോറി ഉണ്ട്. ഹസ്കി ഗൈസ്, നമ്മൾ കയറി പൊക്കോണ്ടിരിക്കുകയാണ്. എന്താടാ, ഇല്ല വീഡിയോ കഴിഞ്ഞില്ല, പറയാനുള്ള പറ. വേറൊരു കാര്യം പറയാം. അപ്പോൾ എന്തോ ഒരു കാര്യം ഉണ്ട് ഗൈസ്, എന്താണെന്ന് നോക്കട്ടെ. രാവിലത്തെ ഫുഡ് കഴിക്കണം, അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒരു ചായ കുടിക്കണം. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പാണല്ലേ, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിച്ചല്ലേ തുടങ്ങുന്നേ. ഓട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഓഫാണ്. ഈ ടിപ്പറിന് എന്തായാലും നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകണം. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ കേട്ടോ, നല്ല കോടയുണ്ട് കേട്ടോ. കയറുന്നവരും കോട കൂടിക്കൊണ്ടിരിക്കുക. നല്ല വൃത്തിക്ക് നല്ലപോലെ മഴയും ചാറുന്നുണ്ട്. ഓ അടിപൊളി തന്നെ. കുറേ ബൈക്കേഴ്സൊക്കെ അതെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. വേറെ നല്ല വിശക്കുന്നുണ്ട്. നല്ലൊരു കട കാണുന്നവരെയാണ് യാത്ര. അടിപൊളിയാണ് കേട്ടോ. കുറേ കോടയൊക്കെ കാണത്തില്ലേ, സൂപ്പറാണ്. ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കാതെയാണ്. സോ നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ. ബൈക്കിന് വരുന്നവരാണെങ്കിലും കാറിന് വരുന്നവരാണെങ്കിലും നല്ലപോലെ സൂക്ഷിച്ച് വേണം പോകാൻ. ഇതിൻ്റെ തന്നെ പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വണ്ടി കൺട്രോൾ ആയിരിക്കും. അതുകൊണ്ടാണ്. കണ്ടോ കോടയെന്ന് വെച്ചാൽ നല്ല കോടയാണ്. അടിപൊളി എൻ്റെ മോനെ കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. കുറേ ബൈക്കേഴ്സൊക്കെ അവിടെ ബൈക്ക് വെച്ചിട്ടുണ്ട്. നല്ല വ്യൂ. നമുക്കിത് തിരിച്ചു വരുമ്പോൾ കവർ ചെയ്യാം. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ഏകദേശം ഒരു 3 മണിയാകുമ്പോഴത്തേന് ഇരുട്ടാവും. അങ്ങോട്ട് നോക്ക് ഗൈസ്. ഇതിന്റെ ഗൈസ് ഒന്നും കേട്ടില്ല ഗൈസ്. മുന്നോട്ട് നോക്ക് ഗൈസ്. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കേട്ടോ. നമ്മളൊരു ടൈം ലാപ്പ് എടുക്കുന്നുണ്ട്. ഗോപ്രോ സെറ്റ് ചെയ്തിട്ടാണ് കാണിച്ചു തരാം. അപ്പോൾ റണ്ണിങ്ങിലാണ്, ഒരു ടൈം ലാപ്പ് റണ്ണിങ് ആണ്. അത് എത്ര അടിപൊളിയാണെന്ന് വരും. ഓ എടാ ഓരോ വിഷയമാണോ എടാ. ഈ ഒരു സമയം വരാൻ പറ്റുന്ന സമയമാണ് കേട്ടോ.
ഗൈസ് ഭയങ്കര ഫോഗാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് അവിടെ കണ്ടോ ഊട്ടിക്ക് 2 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ശരിക്കും നല്ലപോലെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. നല്ല കോടയുണ്ട്, മഴയുണ്ട്. ഹെൽമെറ്റേ മൊത്തം വെള്ളം ഇരിക്കണുള്ളത്. നല്ല മഴയുണ്ട് കേട്ടോ, അടിപൊളി ഫീലാണ് കണ്ടാ. സോ നമ്മൾ മുന്നോട്ട് പോയിട്ട് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഇവിടെ നോക്കട്ടെ സ്പോട്ട്. ശരിക്കും വല്ലാത്തൊരു ഫീലാണ്. നല്ല തണുപ്പ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി തണുപ്പ്. അയ്യോ നല്ല അടിപൊളി തണുപ്പ് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അടിപൊളി തണുപ്പ്, ഒരു രക്ഷയില്ല. നമ്മളിവിടെ ഊരുന്നതിൻ്റെ പുകയൊക്കെ കാണാൻ പറ്റും. സന്തോഷമുണ്ട്. ഫസ്റ്റ് നമ്മൾ കഴിക്കാൻ നിന്നാ, പക്ഷേ ഇവിടെ ഉദ്ദേശം ഫുഡ് കിട്ടത്തില്ല. സോ നമുക്ക് പോവാം. ബസ്സൊക്കെ ഊട്ടിക്ക് പോകുന്ന ബസ്സൊക്കെ ഇതാണ്. ഇനിയും മുന്നോട്ട് പോകാറുണ്ട്, കുറേ ആളുകൾ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. എന്തായാലും പോവാം. വണ്ടി എന്തായാലും ഇവിടെ നമ്മൾ നിർത്തി, ഒരു 5 മിനിറ്റ് എന്ന വണ്ടി. അടിപൊളി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഓപ്പോസിറ്റ് കഴിക്കാൻ പോകണം. എല്ലാവരും എന്നെ നോക്കി ഹോൺ അടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി, വണ്ടി പാർക്ക് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യണം. അയ്യോ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്, കാരണം അപ്പുറം ഇപ്പുറം എല്ലാം നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. 20 രൂപ വന്നുകൊണ്ടിരിക്കും, താഴേന്ന് മേളിൽ നിന്നല്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുന്ന് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. വേറെ റെസ്റ്റോറൻ്റ് ഒന്നും നല്ലത് കണ്ടില്ല, അതാണ് കാര്യം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ശരിക്കും കൈയൊക്കെ കോച്ച് പിടിച്ചിരിക്കുകയാണ് അല്ലേ. നല്ല തണുപ്പുണ്ട് ഗൈസ്. നിന്ന് വിറയ്ക്കാ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും എക്സ്ട്രീം ലെവൽ, പ്രോ ലെവൽ. ഓടൊക്കെ നിന്ന് ഷേക്കാവാണ്. അടിപൊളി അടിപൊളി. എന്തായാലും നിങ്ങൾ ഈ ടൈമിൽ വരിക, വരാതിരിക്കരുത്, എൻജോയ് ചെയ്യുക. ഡിസംബർ അടിപൊളിയായിട്ട് തീർച്ചയായിട്ടും പറ്റുന്ന സൺഡേ എല്ലാം ഞാൻ ഊട്ടി കയറും. അടിപൊളിയാണ് റോഡൊക്കെ കണ്ട. ഇത് ചെറിയൊരു റെസ്റ്റോറൻ്റാണ് നമ്മൾ കഴിക്കാൻ ഇറങ്ങിയേക്കുന്നത്. പിന്നെ ചൂട് പൊറോട്ട ഓംപ്ലേറ്റും ഇവിടുത്തെ വെജ് കറിയും കഴിക്കട്ടെ. എന്താ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടുകയാണ് കേട്ടോ. ആളുകൾ ഒരുപാട് വരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങളിതാ ഊട്ടിയിലെത്തിയിരിക്കുന്നു. അതല്ല, ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിൽ ഓൾറെഡി റീച്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. കോട കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ നാരോട് ഞാൻ പറഞ്ഞ ആ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ കോട്ടുള്ള സാധനം മേടിക്കാൻ, ഇവൻ പറഞ്ഞ് വേണ്ടെന്ന്. ഇവിടെ എത്തിയപ്പോൾ കോടയാണോ പെയ്യുന്നത് മഴയാണോ പെയ്യുന്നത് മനസ്സിലാവുന്നു. എന്തായാലും നിങ്ങൾ ഊട്ടി വന്നിട്ട് ഇത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണ്. നിങ്ങളും ഡിസംബർ ജനുവരി സ്കൂൾ ട്രിപ്പ് കോളേജ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരും വരിക. കാരണം അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാദ്യം മനസ്സിലാക്കുക. അടിപൊളി സംസാരിക്കുമ്പോഴല്ലോ ഈ പുറയൊക്കെ വെളിയിലോട്ട് പോകുന്ന കാണുമ്പോൾ ഒരു അതൊക്കെ പണ്ടത്തെ കാലത്തെ ആണെങ്കിൽ എപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. സെറ്റായിട്ടിരിക്കുന്നു. അപ്പോൾ റെഡി പോവാം, വീണ്ടും മുന്നോട്ട് തന്നെ. നോക്ക് കണ്ടോ, വണ്ടിയൊക്കെ വരുന്ന കാണത്ത് പോലും ഇല്ല ശരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. അടിപൊളിയാണ്. സോ എന്തായാലും ഡിസംബർ വരാൻ ശ്രമിക്കുക. ഇവിടേക്ക് മെയിൻ സിറ്റിക്കകത്ത് വന്നു കഴിഞ്ഞാൽ 3 കിലോമീറ്റർ ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. വ്യക്തമായിട്ട് വഴി പറയാൻ ബുദ്ധിമുട്ടാണ്. പോയാൽ എന്താ ബൊട്ടാണി എന്താ ബോട്ട് ഹൗസ് കാണാൻ പറ്റും. ബോട്ട് ഹൗസിൽ കണ്ടിട്ട് നമുക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ പറ്റും. സോ ബോട്ട് ഹൗസിലേക്ക് പോകാം, നല്ല തണുപ്പുണ്ട്. ഗൈസ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഹിൽ ടോപ്പ് കാണാൻ പറ്റും കേട്ടോ. കേട്ടോ ശരിക്കും പറഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ആളെ നേരെ ചെയ്യാൻ കാണാൻ പോലും പറ്റാത്തൊരു അത്രയ്ക്ക് പോകുന്നുണ്ട്. വണ്ടി അവിടെ വരുന്നു കേട്ടോ. കേട്ടോ ഇവിടെ അടുത്തെത്തിയാൽ നമുക്ക് വണ്ടി കാണത്തുള്ളൂ, അല്ലാത്ത അവിടെ നിന്ന് ആൾ വരുന്നുണ്ട്, കാണാമോ നിങ്ങൾക്ക് കേട്ടോ. അടുത്തെത്തുന്ന അനുസരിച്ച് ആളെ കാണത്തുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ. ഹിൽ ടോപ്പിലോട്ട് പോകുന്തോറും നല്ലപോലെ വിറയ്ക്കുന്നുണ്ട് തണുപ്പ് കാരണം. അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. എന്തായാലും വരണം. ഡിസംബർ ജനുവരി ആദ്യവും ഡിസംബർ ലാസ്റ്റിലേക്ക് ആകുമ്പോഴത്തേന് ഭയങ്കര തണുപ്പായിരിക്കും. എന്തായാലും ഞാൻ കോയമ്പത്തൂർ തന്നെ ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും വരും. ടോപ്പിലോട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഒന്നും കാണത്തില്ല കേട്ടോ. ഒന്നും കാണുന്നില്ല വെച്ചാൽ ഒന്നും കാണുന്നില്ല. ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, അടുത്ത് വരുമ്പോഴാണ് എല്ലാം കാണുന്നത്. ഹാ കൊള്ള അമ്മച്ചി. ഓ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഹിൽ ടോപ്പ് എന്ന് പറയുന്നത് ഒരു റിസോർട്ടായിരുന്നു. എങ്ങനെ ഇരിക്കണം ഈ തണുപ്പത്ത് വരെ കയറി വന്ന് വ്യൂ കാണാമെന്ന് വെച്ച് വന്നപ്പോൾ അതൊരു റിസോർട്ടാണെന്ന്. അതുകൊണ്ട് നമുക്ക് അത് കാണാൻ സാധിച്ചില്ല. നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ച് നേരെ താഴോട്ട് ഇറങ്ങുകയാണ്. നല്ല തണുപ്പ് വെച്ചാൽ നല്ല മഴയും ചാടുന്നുണ്ട് കേട്ടോ. ഫോണിലും ദേഹത്തൊക്കെ തണുത്ത് വിറച്ചാണ് ശരിക്കും ഇരിക്കുന്നത്. ഓ
ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഓൾമോസ്റ്റ് ഈ ക്ലൈമറ്റ് ഭയങ്കര ഇതായിട്ട് ക്ലോസാണ്. പിന്നെ ആകെ ഉള്ള ബൊട്ടാണിക്കൽ ഗാർഡനാണ്, ഓൾമോസ്റ്റ് ഗാർഡനാണ്. അത് കയറണോ വേണ്ടോ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, പെർ ഹെഡ് 100 രൂപയാണെങ്കിൽ പോലും ഈ ഒരു ക്ലൈമറ്റിൽ ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കത്തില്ല. പിന്നെ നമ്മൾ കയറുന്ന വേസ്റ്റ് ആയിരിക്കും അല്ലേ. നല്ല തണുപ്പുണ്ട്, കോട അടിപൊളിയായിട്ടുണ്ട്. 10:30 ആയിട്ടും 10:45, പക്ഷേ എങ്കിലും പോലും കോടയ്ക്ക് ഒരു തുള്ളി കുറവ് പോലും ഇല്ല. തണുക്കുന്നുണ്ട് നല്ലപോലെ. അവസാനം ഞങ്ങൾക്ക് കിട്ടി കേട്ടോ ഇത്. എങ്കിലും നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ആ കാണുന്ന കാഴ്ച കാണാം. ഇവിടെ എന്തോ ബോട്ടിങ് സംഭവം ഉണ്ടായിരുന്നു, അത് ക്ലോസ് ആണ്, അത് ഇന്നും ഇല്ലെന്ന് മനസ്സിലായി. നേരത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോയി അതൊന്ന് നോക്കണം. പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ എന്തായാലും മേടിക്കണം. ഇവിടെ വരെ വന്നാൽ പറ്റുന്ന സ്വീറ്റ്സൊക്കെ മേടിച്ച് ഇവൻ്റെ കൊടുത്ത് വീട്ടിലോട്ട് വിടണം. അതേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. നോക്കട്ടെ, എന്തായാലും കുറച്ച് നല്ല വീഡിയോ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. കാരണം എന്താ പറയുക, നല്ല ക്ലൈമറ്റ്, ഇങ്ങനെ നല്ലൊരു ക്ലൈമറ്റാണ് ട്രാവൽ ചെയ്യാൻ, പക്ഷേ കാണാനൊന്നും പ്രോപ്പറായിട്ട് പറ്റുന്ന തരത്തില്ല. ഹലോ ഗൈസ്, അങ്ങനെ കണ്ട് കോയമ്പത്തൂരെ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ക്ലോസ് ആണ്. വേറൊന്നും കണ്ടില്ല, മഴ, ഭയങ്കര കോടയുണ്ട് ഇന്ന്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലോസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രം ചിലപ്പോൾ ഓപ്പൺ ആയിരിക്കും, എങ്കിലും ഇത്രയും കോട ആയതുകൊണ്ടൊന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ റൂട്ട് മാറ്റി പിടിച്ചു. നേരെ ഇവിടുന്ന് ഗൂഡല്ലൂർ പോകണം. ഗൂഡല്ലൂർ പോകുന്ന വെച്ച് 21 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കുറേ കാണാനുള്ള അടിപൊളി കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം ഒരു 11:30 ആകുന്നുണ്ട്. എൻ്റെ പുറകിൽ അടിപൊളി ഒരു മരം നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പം അത്രയ്ക്ക് അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് കേട്ടോ, ശരിക്കും നല്ലൊരു അടിപൊളി ബ്യൂട്ടിയാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ചുമ്മാ പശുവിനൊക്കെ മേയ്ക്കാൻ വിട്ടേക്കുവാണ്, എങ്കിലും അടിപൊളി വ്യൂവും കാര്യങ്ങളും ഒക്കെയാണ്. സോ ഊട്ടി മാത്രം വരാതെ ഗൂഡല്ലൂരിന് അവിടുന്ന് നേരെ ഗൂഡല്ലൂർ, വേറൊരു സ്ഥലം വരെ പേര് പറഞ്ഞല്ലോ, പാറ. ഗൂഡല്ലൂർ പോകുന്ന ഒരു പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ബാക്കിയുള്ളതെല്ലാം കാണാൻ. 21 കിലോമീറ്റർ പോകുമ്പോഴത്തെ ഒരു വെള്ളച്ചാട്ടം, പിന്നെ ഒരു ഷൂട്ടിംഗ് സ്പോട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. സോ ഇവിടെ കാണാൻ പറ്റാത്തവരെല്ലാം അങ്ങോട്ടാണ് ഇപ്പോൾ വണ്ടി വിളിച്ചു പിടിക്കുന്നത്. എന്തായാലും കുറേ മലയാളീസൊക്കെ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ കോട്ടേഴ്സൊക്കെ, എന്തിൻ്റെ കോട്ടേഴ്സാണെന്ന് എനിക്കറിയില്ല, ഒരു കോട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കാണാം, കുറച്ച് വീഡിയോ ഒക്കെ എടുക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പ്, ഒരു രക്ഷയില്ല. ഇപ്പോഴാണ് ശരിക്കും കൂടിയത്. ഇതേ വണ്ടി അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്, വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോൾ ആ പോയി, അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പെട്ടെന്ന് ദൂരെ നിന്ന് വരുന്നതൊക്കെ അടുത്ത് വന്നിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഇല്ലെങ്കിൽ തീർന്നു. ഒരു ബൈക്കൊക്കെ പോകുന്നതും വരുന്നതൊന്നും ശരിക്കും നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല, അത്ര ക്ലാസ്സാണ്. ഇപ്പോൾ ഒരു ബൈക്ക് വരുന്നുണ്ട്, ശരിക്കും കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. കാറ്റ് മാത്രമല്ല, നല്ല ഫോഗും എല്ലാം അടിപൊളിയാണ്. ഒരുപാട് ആളുകൾ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഈ റൂട്ട് വഴി നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഗൈസ്. അങ്ങനെ ആ സ്പോട്ട് വിട്ട് വേണ്ട പുറകിലുള്ള മരക്കൂട്ടം ഇല്ലേ, അത് സിനിമ ലൊക്കേഷനാണെന്നാണ് പറഞ്ഞത്. അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേണ്ട നമ്മുടെ ജിഷ്ണുവിന് നൊങ്ക് കഴിക്കണം എന്ന് പറഞ്ഞ് നൊങ്ക് കഴിക്കാൻ വേണ്ടി പോവാണ്. പോട്ടെ, നൊങ്കെങ്കിൽ നൊങ്ക്. അങ്ങനെ അവൻ്റെ ആഗ്രഹം പോലെ അവൻ നൊങ്ക് കുടിക്കുകയാണ്. നൊങ്ക് ഞാൻ കുടിച്ചില്ല, സംഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? ചേട്ടാ ഒന്നുകൂടെ ഒന്നുകൂടെ ആയിസ്, കൊള്ളാം, അടിപൊളി സാധനമാണ്. അവൻ തന്നെ കുടിക്കട്ടെ പറയുന്നുണ്ട്. മതി കുടി മൊത്തം കുടിച്ചിട്ട് പോട്ടെ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കേട്ടോ. അവിടെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഇവിടെയാണ് ആളുകൾ മൊത്തം. അവിടെ ഡാൻസൊക്കെ കളിക്കുന്നു, കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നു. പക്ഷെ കൊള്ളാം, അടിപൊളിയാണ്. എല്ലാവരും വരുന്നത് ഇവിടെ തന്നെ ഫോട്ടോ എടുക്കാനാണ്. അത് കൂടാതെ തന്നെ എന്താ പറയാൻ പറഞ്ഞത്, ഓൾമോസ്റ്റ് ഇവിടെ വരുന്നത് മൊത്തം മലയാളീസാണ് തോന്നുന്നു. കാണുന്ന മൊത്തം മലയാളീസിനെയാണ്. പിന്നെ നൊങ്ക് കുടിച്ചതിന് 100 രൂപയായി. എന്നിട്ട് പറയാം 100 രൂപയ്ക്ക് അതിനില്ലെന്ന്. പിന്നെ ഞാൻ എന്തോ പറയണ്ടത്, ഒരു സാധനം കുടിച്ച് കഴിഞ്ഞിട്ടാണോ പറയുന്നത്? കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ വില ഞാനിടും. വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അവരോട്. എടാ, നമ്മൾ ഫുൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. നമ്മൾ ഓൾമോസ്റ്റ് എങ്ങനെയാണോ അതൊക്കെ പറഞ്ഞു പോകണം അല്ലേ, അല്ലാണ്ട് നമ്മളും അഭിനയിച്ച് അങ്ങനെ ലൈഫ്. കൊള്ളാം, കുറേ ആളുകളുണ്ടോ, കുറേ വീഡിയോകളൊക്കെ നടക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ആഹാ, അടിപൊളി തന്നെ, കൊള്ളാം ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൈൻ ഫോറസ്റ്റിലാണ്. വളരെ വലിയ പൈൻ ഫോറസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, കുറച്ചേ ഉള്ളൂ. നമുക്ക് പുറകെ കാണുന്ന ഇത്രയേ ഉള്ളൂ ഏകദേശം. ഇവിടെയാണ് ആളുകൾ കൂടുതൽ നിൽക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ, ക്ലോസ് അല്ല, ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഇന്ന് ഭയങ്കര കോടയായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും എല്ലാ ആളുകളും ഇവിടൊക്കെയാണ് വന്ന് നിൽക്കുന്നത്. കുറച്ച് ആളുകളുണ്ട്.
കുറേ പേരുണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് അവർ പോയി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. വേണ്ട ആ ലൊക്കേഷൻ ഉണ്ടോ. അപ്പോൾ കോട കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ നമുക്ക് ഊട്ടിക്ക് തന്നെ തിരിച്ചു പോയി നോക്കാം. പറ്റുവാണെങ്കിൽ ഊട്ടിയിൽ തന്നെ ബാക്കി കാഴ്ചകൾ അവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കാണുകയും ചെയ്യാം. അല്ലെങ്കിൽ നേരെ അവിടുന്ന് കോയമ്പത്തൂർ, ഇവന് ഇഷായോഗി കണ്ടില്ല, അതൊന്ന് കാണിച്ചിട്ട് ഇവനെ ബസ് കയറ്റി അടുത്ത വണ്ടി കയറ്റി പറഞ്ഞ് വിടണം എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പോകുമെന്നറിയത്തില്ല, പോയാൽ മതിയായിരുന്നു. അറിയോേ അല്ല ഗൈസ്, അവന് ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വൈകിട്ട് എത്ര മണിയുടെ ട്രെയിനാണ് ആവശ്യം? ബസ്സാടാ 10 മണിയുടെ ബസ്സിന് എടുത്തിട്ടുണ്ട് തിരുവല്ലയ്ക്ക്. സോ അവന് അതിനു മുമ്പേ ഇവിടെ കാണാൻ പറ്റുന്ന എല്ലാം കാണിച്ചിട്ട് വേണമല്ലോ നമ്മളിവിടെ. അപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി നോക്കാം. ഇത് മൊത്തം നമ്മൾ ഇവിടെ വെച്ച് കണ്ട ബൈക്കേഴ്സാണ് കേട്ടോ. നല്ല അടിപൊളി കമ്പനിയാണ്. എല്ലാവരും കേരളം മീൻസ് തമിഴ്നാട് ബോർഡർ അങ്ങനെയാണ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി കണ്ടോ. ഞാൻ പറഞ്ഞു ഓരോ യാത്രയും ഓരോ മനോഹരമാണ്. ഒരുപാട് ആളുകളെ കാണാം. കാരണം ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേപോലെ വാല ഒരേ സ്ഥലത്തോട്ട്. ശരിക്കും ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് വരണമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ കോടമഞ്ഞ് മാറിയോണ്ട് ഇപ്പോൾ വന്നാട്ടോ. ഇത് കഴിച്ചിട്ട് വേണം അകത്ത് പോയിട്ട് എല്ലാം ഒന്ന് കണ്ടിട്ട് 2 മണി 3 മണി ആകുമ്പോഴത്തെ ഇറങ്ങാൻ. അപ്പോഴേ പിന്നെ ഇഷായോഗയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. തണുപ്പ് ഇപ്പോഴും കുറഞ്ഞിട്ടുണ്ട് എങ്കിലും തണുപ്പുണ്ട്. ഓക്കെ, അത് മൊത്തത്തിൽ കാണട്ടെ. കാരണം എൻ്റെ 10ാം ക്ലാസ്സിലെ ടൂറിനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇവനും 10ാം ക്ലാസ്സിലാണ്. പക്ഷേ ഇവനും ഞാൻ 2 സ്കൂളിലാണ് കേട്ടോ പഠിച്ചത്. ഞങ്ങൾ നല്ല ട്യൂഷൻ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലടാ. അങ്ങനെയാണ്. അതും +1 +2 അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ ഊട്ടിക്ക് വരുന്നത്. പിന്നെ ഇപ്പോൾ അടുത്തായതുകൊണ്ട് തന്നെ അതെ ഇവൻ തന്നെ കൊണ്ടുവന്നിട്ട് വന്നു. ഇല്ലേ ഞാൻ ഈ മാസം ലാസ്റ്റിലേക്ക് വരായിരുന്നു, കുറച്ചുകൂടെ തണുപ്പൊക്കെ ആയിട്ട്. ഇവൻ വന്നോണ്ടാണ് ഇപ്പോൾ നേരത്തെ വന്നത്. ഇവന് ലീവ് കുറവായതുകൊണ്ട്. അപ്പോൾ എന്തായാലും അകത്തോട്ട് വഴിയോര കച്ചവടക്കാർ നിറയെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ പാസ് എടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഒരുപാട് മലയാളീസ് വന്നിട്ടുണ്ട്. സോ എല്ലാവരും കാണുന്ന പോലെ നമ്മളിവിടെ കാണാൻ വന്നു ഗൈസ്. എന്തുകൊണ്ടാണോ നമ്മൾ പോയത് അതേ കോട തിരിച്ചു വന്നത്. വീണ്ടും കോടയായി തുടങ്ങി. പാസ് കിട്ടുമോ? ഇതുകൊണ്ട് കയറാൻ പറ്റുമോ എന്ന് പറയാം. കഴിച്ചോണ്ട് കയറാൻ പറ്റുമോ അറിയത്തില്ല. നമ്മുടെ കൊണ്ട് ഫുഡുണ്ട്. കണയിലോട്ടുള്ള പോകാൻ മുടിയുമോ നാലോടുതാം. അപ്പോൾ കുഴപ്പമില്ല. കോടയാണെങ്കിലും അകത്തോട്ട് അങ്ങനെ ചെയ്യും. ഗൈസ് കൊള്ളാമല്ലേ. അന്ന് വന്ന് കുറേ ചെടികളൊക്കെ കണ്ട് സന്തോഷത്തോടെ പോയതാ. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്ലാസ് ഹൗസിലും കയറി. ഇവിടെയും കുറേ പൂക്കളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുവഴി പോയിട്ട് അതുവഴി ലെഫ്റ്റ് പോയിട്ട് റൈറ്റ് നേരെ കറങ്ങി വരണം. നമ്മളെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആളുകൾ മേടിക്കുന്നുണ്ട് ഇവിടെ നിന്നൊക്കെയാണ്. ഇവിടെ വീണ്ടും നല്ല മഞ്ഞായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻട്രി ഫീസ് വരുന്നത് 50 രൂപയാണ് പെർ പേഴ്സൺ. പിന്നെ ടൈമിങ് 7 AM തൊട്ട് 6:30 വരെ. സോ വരുന്നവർ ഈ ഒരു ടൈമൊക്കെ മാനേജ് ചെയ്ത് വരാൻ ശ്രമിക്കുക. വന്നു കഴിഞ്ഞാൽ കോടമഞ്ഞില്ലെങ്കിലും ഉണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇനി കോടമഞ്ഞ് രാവിലത്തെ പോലെ കൂടുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അടിപൊളിയാണ്. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങി. ഓക്കെ, അപ്പം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു സ്ഥലത്തേക്ക് വരണമെന്ന്. ശരിക്കും പറയാൻ തിരിച്ചു പോകുന്ന സമയത്താണ് കേട്ടോ കണ്ടത്. നമ്മൾ കിലുക്കത്തിനകത്തൊക്കെ കണ്ടിരിക്കുന്ന ആ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് കണക്കാണ്. എങ്കിലും അകത്തോട്ട് പോവാം. ജിഷ്ണു വാടാ. അപ്പം അടുത്ത ട്രെയിൻ വന്നിട്ടുണ്ട്. സൗണ്ട് കേൾക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. എൻ്റെ ചെവിയെല്ലാം അടഞ്ഞിരിക്കും. അതുകൂടാതെ തന്നെ 90s കിഡിനെ എക്കാലത്തും ചിരിപ്പിച്ച ഏറ്റവും നല്ല മൂവികളായ കിലുക്കവും സമ്മറിന്തലയും എല്ലാം ഷൂട്ട് ചെയ്ത കുണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇതുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളീസ് അല്ലേ, ആ നോട്ടം കണ്ടപ്പോഴേ തോന്നി അവിടെ കുറേ മലയാളീസ് പയ്യന്മാരുണ്ട്. മലപ്പുറമാണോ? കോഴിക്കോടാണല്ലേ. അപ്പോൾ എന്തായാലും അവരെ കണ്ട ഒരു സാധനം. എന്താ പേര്? ഓക്കെ, എന്തായാലും പരിചയപ്പെട്ടിട്ട് ഒരുപാട് സന്തോഷം. ഇവിടെ വെച്ച് കണ്ടാണ് സ്ഥലം ഓർക്കുന്നുണ്ട്. ഇവിടെ ഏത് മൂവിയിലാണ്? കിലുക്കം കണ്ടിട്ടില്ല? 2K കിഡ്സ്. ഇവർ 2K കിഡ്സ്. നമ്മൾ 90s. ഓക്കെ, 90s ഏറ്റവും കൂടുതൽ നിർമ്മിച്ച ഒരു മൂവിയാണ് കിലുക്കം. ഒന്ന് പോയി നോക്കിയാൽ ആയിട്ടുണ്ട്. നമ്മറിന്റെ വിലയും 2 ഇടയ്ക്ക് വരും. പത്തനംതിട്ട. ഓക്കെ,
ഗൈസ് അവര് 90s കിട്ടല്ല 2K കിട്ടണം. അവർക്ക് ഇതെന്തറിയാൻ നമ്മളെ ശരിക്കും ചിരിപ്പിച്ച ഒരുപാട് സന്തോഷിച്ച ഒരു മൂവിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എത്ര പേർക്ക് അത് അറിയാമെന്നറിയത്തില്ല. അടിപൊളി ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ വെച്ച വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്. അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്ബടിച്ചിടുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇടുക. പോവാണ്. പിന്നെ പ്രതീക്ഷിക്കാത്തൊരു പണി കിട്ടി. അത് ഞങ്ങളുടെ വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് പോയി. ബ്രേക്കില്ല. ഇഷ്ടേ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ബ്രേക്ക് ഉണ്ടോ? ബാക്ക് ബ്രേക്ക് ഇല്ല, ഫ്രണ്ട് ബ്രേക്ക് ഇല്ല, ഒന്നുമില്ല. എല്ലാം അടിച്ചു പോയി. ഇല്ല ശരിക്കും കാര്യം ശരിക്കും ബാക്ക് ബ്രേക്ക് പോയി. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. വിത്ത് പ്രൂഫായിട്ട് വാ കാണിച്ചു തരാം. പോയി. ഇത് വൻ ശോകം എന്ന് വെച്ചാൽ വൻ ശോകമായി പോയി. അതിൻ്റെ കൂടെ സീറ്റ് കവർ എല്ലാം ഇനി പണി നടക്കണം. അപ്പം ഇനി അങ്ങോട്ട് ചെറുക പോകണം, അല്ലെങ്കിൽ റിസ്ക് ആണ്. കാരണം ഇരുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടി പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോക്കി കണ്ട് ചെറുക പോകാൻ തന്നെയാണ് തീരുമാനം. ഇവിടെ ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പൊന്നും കണ്ടില്ല. അതൊക്കെയാണ് ഇഷ്യൂ.